ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സാൽമൺ തോരനാണ്. കഴുകി വൃത്തിയാക്കിയ സാൽമൺ നമ്മൾ ചട്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമായ തേങ്ങ, 1.5 തക്കാളി, 2-3 പീസ് കുടംപുളി, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, അതിനുശേഷം അരയ്ക്കുന്നതിനാവശ്യമായ 2 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ചുവന്നുള്ളി ഇടുന്നു, മഞ്ഞൾപ്പൊടി, ചെറുജീരകം, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സാധനം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അത് നമ്മൾ നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന സാൽമണിൽ നമ്മൾ നീളത്തിലരിഞ്ഞ മുളക് ഇട്ട് കൊടുക്കുന്നു. അരച്ച് വെച്ച ചേരുവ ഇതിലേക്ക് ചേർക്കുന്നു. അതിനോടൊപ്പം തന്നെ 1.5 തക്കാളിയൂടെ ചേർക്കുന്നു. അതിന് പാകത്തിനായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു, ആവശ്യത്തിന് ചേർക്കുന്നു. അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻപുളി, അതായത് കുടംപുളി ചേർത്ത് കൊടുക്കുന്നു. ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഗ്യാസ് ഓണാക്കുക. നമ്മൾ ചട്ടി ഗ്യാസിൽ വെക്കുക. അതിനുശേഷം ചെറിയ തീയിൽ വേവിക്കുക. ഫുള്ള് തീ ഇടാൻ പാടില്ല. അതിനൊപ്പം മൂടി വെച്ച് അടച്ച് വെക്കുക. വെള്ളം ചേർക്കാൻ പാടില്ല. ഓൾറെഡി മീനിൽ വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് വെള്ളം ചേർക്കാൻ പാടില്ല. നല്ല തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അല്പം ഉലുവാപ്പൊടി ചേർക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വെളിച്ചെണ്ണ കുറച്ച് ചേർക്കുന്നു. ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ സാൽമൺ തോരൻ റെഡി. ഇത് സാൽമൺ കഷ്ണമല്ല, നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാൽമൺ കഷ്ണങ്ങൾക്ക് വേണ്ടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസുകളുണ്ടാകും. അതിൽ ധാരാളം മുള്ളുകളുണ്ട്. കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ.